ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സംഭവിച്ച മിസ്റ്റേക്ക് കൊണ്ടാണ് 2023 നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാതിരുന്നത്. ഇത് ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2024 സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. വേറെ ഏത് വീഡിയോ കണ്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. ഇത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മോണിറ്റർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് നമ്മളത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ എളുപ്പത്തിൽ നമുക്ക് പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ആ ശരീരത്തിനകത്തേക്ക് എന്തെങ്കിലും ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാർണിംഗ് സിഗ്നൽ എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരം നൽകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബോഡിയെ വേണം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് വേണ്ടത്. നമ്മൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് 2023 2022 ഒക്കെ നിങ്ങൾ പ്രഗ്നന്റ് ആകാതിരുന്നത് എന്താണോ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാഞ്ഞത് കൊണ്ടാണ്. നമുക്ക് ശരീരം കാണിച്ചു തരുന്ന സൂചനകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്തത് കൊണ്ട്. അതിൽ ഏതൊക്കെ സൂചനകൾ വരുന്നെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത്, നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്നുള്ള കാര്യം. നമ്മൾ അണ്ടർ വെയിറ്റ് ആവുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരഭാരം കുറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓവർ വെയിറ്റ് ആകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടും നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടും അല്ലാതെ ഉയരം നിങ്ങൾക്ക് ഒരുപാട് വണ്ണം നിങ്ങൾക്ക് ഒരുപാട് കൂടുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ ഫാറ്റ് ഇഷ്യൂസ് അടിഞ്ഞു കൂടുന്നതിനും അതുപോലെ അണ്ടർ വെയിറ്റ് ആവുന്ന സമയത്ത് ആ ഒരു കണ്ടീഷനും നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെയും മറ്റ് ഫെർട്ടിലിറ്റി റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊരു കണ്ണാടി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരം എത്രമാത്രം വീക്കാണെന്നും നമ്മൾ എത്രമാത്രം ഒബിസിറ്റി നമുക്ക് ഉണ്ടെന്നും. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ വെയിറ്റ് ആദ്യം തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പ്രഗ്നൻസി നോക്കുന്നവരെ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം നിങ്ങളിപ്പോൾ വെയിറ്റ് കൂടിയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റത്തെ ട്രൈമസ്റ്റർ വരെ ഏകദേശം 10 to 12 kg നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടാകും. നിങ്ങൾ ഓൾറെഡി ഒരു 60 കിലോ അല്ലെങ്കിൽ ഒരു 65 കിലോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഡെലിവറിയുടെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് 80 കിലോ എങ്കിലും വെയിറ്റ് വരും. നമ്മുടെ വെയിറ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രിക്ലാംസിയ പോലുള്ള ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് സി സെക്ഷൻ ചെയ്യേണ്ടത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ആകും. പിന്നെ പലർക്കും തന്നെ ആ ഒരു ബ്ലഡ് ഷുഗർ കൂടുന്നതിനും ഇത് സിറ്റുവേഷൻ ഒരുക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരഭാരം എപ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് ചോദിക്കുന്നവരുണ്ട്, ചേച്ചി ഞാൻ ഓവർ വെയിറ്റ് ആണ്, പ്രഗ്നന്റ് ആണ്, ഇനി ഞാൻ എക്സസൈസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇനി നിങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിലോ ഇനി നിങ്ങൾ എക്സസൈസ് ചെയ്യണമെങ്കിലോ ഒരു ഡയറ്റീഷ്യനെയും പ്രോപ്പറായിട്ട് ഡോക്ടർ പറയുന്ന ഒരു ഗൈഡൻസിലും പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുഞ്ഞും കൂടി ശരീരത്തിലുള്ളത് കൊണ്ട് കുഞ്ഞിനെയും കൂടി അഫക്റ്റ് ചെയ്യാത്ത രീതിക്ക് വേണം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ആയിട്ട് പിന്നെ വെയിറ്റ് കുറക്കാനായിട്ട് നിൽക്കുന്നതിലും നല്ലതാണ് പ്രഗ്നൻസിക്ക് ആവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണോ നിങ്ങൾ ഓവർ വെയിറ്റ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നാണ്. ഒരുപാട് പേർക്കുണ്ടാവുന്ന ഒരു മിഥ്യാധാരണയാണ് കൃത്യമായിട്ട് സൈക്കിൾ ലെങ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ടെന്നാണ്. ഒരിക്കലും അത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമല്ല. റെഗുലർ ആയിട്ട് പീരിയഡ്സ് പോകുന്നവർക്ക് ചിലപ്പോൾ PCOD ഉണ്ടാകാം, അവർക്ക് ഓവുലേഷൻ ഉണ്ടാവാതിരിക്കും. അതുപോലെ തന്നെ പീരിയഡ്സ് ഇല്ലാത്തവർക്കും ഓവുലേഷൻ ഉണ്ടാകാം. ആ ഒരു കേസിൽ നമുക്ക് വരുന്നതാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ. അവർക്ക് ചിലപ്പോൾ അവർ പ്രഗ്നന്റ് ആകുന്നത് ചിലപ്പോൾ അവർ അറിയുന്നതിന് മുൻപ്, പീരിയഡ്സ് വരുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി ആയി പോകുന്നവരുണ്ട്. അവരിലൊക്കെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കും, പക്ഷേ പീരിയഡ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പീരിയഡ്സ് കൃത്യമായിട്ട് വരും, പക്ഷേ ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല. അങ്ങനെയുമുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള അണ്ഡം പുറത്തേക്ക് വരുന്ന ദിവസമാണ്. ആ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുമ്പോഴേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ ലക്ഷണങ്ങൾ, അതിൽ നമ്മുടെ സെക്സ് ഡ്രൈവിൽ വരുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ ബ്രസ്റ്റിന് അനുഭവപ്പെടുന്ന വേദന, ലോവർ അബ്ഡമൻ ഭാഗത്തുണ്ടാകുന്ന വേദന, സർവിക്കൽ മ്യൂക്കസ്, ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിലെ പോസിറ്റീവ് റിസൾട്ട് കിട്ടുക, അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓവുലേഷനെ പറ്റിയിട്ടുള്ള ഒരു 10 ലക്ഷണങ്ങളെ പറ്റി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഓവുലേഷൻ സിംറ്റംസ് ദിജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും കേട്ടോ.
ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ഡേറ്റ് നമ്മൾ എടുത്താൽ പോരാ, ആ സമയത്ത് ഓവുലേഷൻ നടക്കുന്നുണ്ടെന്ന് ഫോളിക്കുലർ സ്റ്റഡി അല്ലാതെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഒന്നുകിൽ സിംറ്റംസ് അല്ലെങ്കിൽ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ പോസിറ്റീവ്. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഫോളിക്കുലർ സ്റ്റഡിയാണ്. അല്ലാതെ സൈക്കിൾ ലെങ്ത്തിനെ മാത്രം നിങ്ങൾ ആശ്രയിച്ചിരിക്കരുത് കേട്ടോ. അതാണ് നിങ്ങൾ അടുത്തതായിട്ട് മോണിറ്റർ ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ്. ചില ആളുകൾക്ക് പീരിയഡ്സ് ആകുന്നതിന് കുറച്ചു ദിവസം മുൻപ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്, അതായത് പീരിയഡ്സ് വരാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുന്ന സിംറ്റംസ് അതുണ്ടാവാറുണ്ട്. നോർമലി പീരിയഡ്സ് വരുന്നതിന് ഒരു 2-3 ദിവസം മുൻപൊക്കെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് 100% നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില ആളുകളുണ്ട് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് അതിന്റെ എക്സ്ട്രീമിൽ പോയിട്ട് നിൽക്കുന്നവര്. ചിലർക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതൽ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചിലപ്പോൾ അത് ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ലൂട്ടിയൽ ഫേസിൽ നമുക്ക് ഉണ്ടാകേണ്ട ഹോർമോൺ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റംസ് അതിന്റെ എക്സ്ട്രീമിലായിട്ട് നിങ്ങൾക്ക് എത്തി നിൽക്കുന്നത്. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കാണുമ്പോഴേക്കും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പീരിയഡ്സ് ആണെന്നോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആണെന്നോ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലർക്ക് പീരിയഡ്സ് ആണെന്ന് വിചാരിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടാറുണ്ട്. ചിലർ പ്രഗ്നൻസി ആണെന്ന് വിചാരിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവും കിട്ടാറുണ്ട്. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എങ്ങനെ പറ്റും എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ദി ചൂസ് വേൾഡ് PMS എന്ന് നിങ്ങൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ തന്നെ കൺട്രോൾ ചെയ്താലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തിയാലും നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ വ്യത്യാസം വരുത്തിയാലും നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വരുന്നവർക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ശരീരത്തിൽ ഉണ്ടാകുന്നതിന്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഏറ്റക്കുറച്ചിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇംപ്ലാന്റേഷനെയും അതുപോലെ നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനെയും അത് അഫക്റ്റ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്കും നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് ആണ്. ഈ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 21 to 35 ആ ഒരു റേഞ്ചിൽ പോകേണ്ടതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. എന്നാൽ ചില ആളുകൾക്ക് 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലും പീരിയഡ്സ് ആകാറുണ്ട്. ചിലർക്ക് ഒരു 19 ദിവസം മെൻസ്ട്രൽ സൈക്കിൾ വരുന്നവരുണ്ട്. ചിലർ 1.5 മാസം കൂടുമ്പോൾ ബ്ലീഡിങ് ആവുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും പലരും വിചാരിക്കുന്നത് എന്തായാലും 19 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തായാലും 1.5 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനർത്ഥം കുഴപ്പമൊന്നും ഇല്ല എന്നാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്നാൽ 21 to 35 അതിനിടയിൽ അല്ലെങ്കിൽ പലർക്കും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല. അണ്ടം വളരാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല, ലൂട്ടിയൽ ഫേസിനുള്ള ടൈമും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും പ്രഗ്നൻസി ആകുന്നത് നീണ്ടു പോകാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വരുന്ന നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എത്രയാണോ അത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവുലേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ 19 ദിവസം മെൻസ്ട്രൽ സൈക്കിൾ ഒരാൾക്ക് നമ്മൾ ഓവുലേഷൻ ദിവസം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഏകദേശം 5th day ഓഫ് പീരിയഡ്സ് വരും. ആ സമയത്ത് നമുക്ക് ബ്ലീഡിംഗ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താ, നമുക്ക് അവിടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നല്ലേ. അതുപോലെ 1.5 മാസമൊക്കെ കൂടുമ്പോഴേക്കും, അതായത് ഒരു 45 ഡേയ്സിലൊക്കെ നമുക്ക് ബ്ലീഡിങ് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ലൂട്ടിയൽ ഫേസും അതുപോലെ ഫോളിക്കുലർ ഫേസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വരും. അങ്ങനെ വരുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള ടൈം പീരീഡ് ഓരോന്നിനും കിട്ടാതെ വരുന്നു. അപ്പോഴും നിങ്ങൾക്ക് ഓവുലേഷന്റെ ചാൻസ് കുറയും. ആ കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഇതാണ് ഏറ്റവും ആദ്യത്തെ ടോപ്പിക്ക്. നിങ്ങൾ ബോഡി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പ്രീവിയസ് ഇയറിലോ അതിന് മുമ്പത്തെ ഇയറിലോ നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇയർ, ഈ ഒരു മന്ത് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് അതെല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മന്തായിട്ട് നിങ്ങൾ കണക്കാക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്യുക. അതായത് ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ വന്ന് പറയാറുണ്ട്, അവർ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണോ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഞാനിതൊന്നും ചെയ്തില്ല, പക്ഷെ എനിക്ക് പ്രഗ്നൻസി കിട്ടി. ഇപ്പൊ എന്റെ ചാനലിലെ ടിപ്സ് അല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഞാനൊന്നും പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് പ്രഗ്നൻസി കിട്ടി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ആയിക്കോട്ടെ മറ്റുള്ള ഒരുപാട് ചാനലിലായിക്കോട്ടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻസി കിട്ടുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ കൺവേ ചെയ്യുമ്പോഴേക്കും മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കും, അപ്പോൾ ഒന്നും ആകാതെയും പ്രഗ്നൻസി കിട്ടുമല്ലേ എന്നുള്ളൊരു തിങ്കിങ്ങും ഒരു തോട്ടും നമ്മളിലോട്ട് വരും. ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ.
ഇപ്പോൾ നിങ്ങൾ ഹോം റെമഡീസ് ആണെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണെങ്കിലും ഫോളോ ചെയ്യാനായിട്ട് ഞാൻ പറയാറില്ല. അതായത് നമ്മുടെ ചാനലിൽ ഒരുപാട് ആരെയും പുഷ് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ്, അതായത് ഇപ്പോൾ ഗ്രാമ്പൂ വെള്ളമോ ഉലുവ വെള്ളമോ കറുവപ്പട്ട വെള്ളമോ ഉണക്കമുന്തിരി വെള്ളമോ ഒന്നും നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിലെ രക്തയോട്ടം അത്രത്തോളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. കൃത്യമായിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കുന്ന നമ്മളുടെ ശരീരത്തിന് നല്ല ക്വാളിറ്റി ഉള്ള അണ്ടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാകും. അതിലോട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ, നമ്മളെക്കാൾ കഴിയുന്ന എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നോർമലി നിങ്ങളുടെ അമ്മ പണിയെടുത്തതും നിങ്ങൾ പണിയെടുത്തതും അമ്മയുടെ അമ്മ പണിയെടുത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ അമ്മയിലിട്ട് അരയ്ക്കുമ്പോഴേക്കും നമുക്കൊരു സ്വിച്ചിട്ട മിക്സിയായി. അവർ കല്ലിട്ട് അലക്കുമ്പോഴേക്കും നമുക്ക് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലായി. നമ്മുടെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളും അവരുടെ ലൈഫും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ദേഹം അനങ്ങുന്നതിൽ വ്യത്യാസം വരുന്നു, നമ്മൾ ആക്റ്റീവ് ആകുന്നതിലും വ്യത്യാസം വരുന്നു. അങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്ത് പോകുന്നു. ഇത് നിങ്ങളിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നതിനും ഒബിസിറ്റി ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു എക്സസൈസ് എങ്കിലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഏറ്റവും വലിയ മടിച്ചിയാണെങ്കിലോ മടിയനാണെങ്കിലോ നിങ്ങൾക്ക് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എഫേർട്ട് കൊടുത്തിട്ട് നിൽക്കണമെങ്കിൽ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് വെറുതെ നിങ്ങൾ ഫോൺ നോക്കുന്ന സമയത്താണെങ്കിലും കാലുകൾ രണ്ടും ഒന്ന് ഉയർത്തി മതിലിലോട്ട് വെച്ചാൽ മതി. ഒരുപാട് നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കിട്ടുന്ന ബെനിഫിറ്റോ അത് ഒരുപാടായിരിക്കും. ആ എക്സസൈസ് എങ്കിലും ഒരു എക്സസൈസ് എങ്കിലും നിങ്ങൾ 3-4 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. ഇപ്പോൾ നിങ്ങളുടെ കൈ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ട് ഒന്ന് ചതഞ്ഞു എന്ന് വിചാരിക്കുക. ചതഞ്ഞ ഭാഗത്തേക്ക് എന്തായിരിക്കും, അവിടെ കല്ലച്ച് കിടക്കും, ഒരു കരിനീല കളറിൽ നമുക്ക് അവിടെ കിടക്കും. അവിടേക്ക് രക്തയോട്ടം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ അപ്പുറത്തൊരു ഫിംഗർ അതുമായിട്ട് ബന്ധപ്പെടാത്ത, അതായത് ആ ഒരു ബുദ്ധിമുട്ടില്ലാത്ത അടുത്തൊരു ഫിംഗർ നോക്കിക്കേ, അത് നല്ല ചുമന്ന് തൊടുത്ത് ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നത്. രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ശൂന്യതകൾ നമ്മുടെ അണ്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. രക്തയോട്ടം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയും അണ്ടത്തിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഫുഡ് ഡയറ്റ്. ഏത് ഭക്ഷണം കഴിച്ചോട്ടെ, നിങ്ങൾ ഏത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചോട്ടെ, ഒരു ദിവസം ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മുൻപോട്ടേക്ക് കൊണ്ടുപോവുക. ആ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. പ്രീവിയസ് ഇയറിൽ നിങ്ങളത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓവറായിട്ട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഓവർ കോംപ്രമൈസിങ് എന്ന് പറയുന്നത് ചില ആളുകളുണ്ട്, കുഞ്ഞാകാതെ വരുമ്പോഴേക്കും ഒന്നും ചെയ്യാനായിട്ടൊരു മനസ്സുണ്ടാവില്ല. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് തോന്നില്ല, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തോന്നില്ല, അതുപോലെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനായിട്ട് തോന്നില്ല, ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല. നിങ്ങൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഹസ്ബൻഡിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ ആണെങ്കിലോ, പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിലോ, പ്രീവിയസ് മിസ്കാരേജ് ഹിസ്റ്ററി ഇല്ലാത്തവരാണെങ്കിലോ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കൊരു പ്ലഷർ കൊണ്ടുവന്ന് തരും. പക്ഷേ ഓവറായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് 1-2 തവണ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും പ്രഗ്നൻസി നഷ്ടപ്പെടാനായിട്ട് കാരണമാവില്ല. പക്ഷെ ഒരു ഫുൾ മന്ത് പീരിയഡ്സ് വരുന്നത് വരെ ചെയ്യുന്നവരുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ആ സമയത്ത് മാറ്റിവെക്കുക. പലർക്കും ചിലപ്പോൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. അതുപോലെ തന്നെ ഫിംഗറിങ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ മറ്റുള്ള എന്തെങ്കിലും ടോയ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഒരു നേരമെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ആഴ്ചയിൽ ഒരു 2 തവണ കഴിക്കുന്നവരാണെങ്കിൽ അത് കുറച്ചിട്ട് 1 തവണയോ ആക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിൽ പുറത്തേക്ക് പോകാനായിട്ടും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ അങ്ങനെയും പുറത്തേക്ക് പോവുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള വെയിൽ കൂടി നമ്മൾ ട്രാവൽ ചെയ്യുക. ഒരുപാട് ഗട്ടറുകളൊന്നും ചാടി ഇറങ്ങി പോവാതെ, ഒരുപാട് വണ്ടിയുടെ പുറകിലിരുന്ന് കുടുങ്ങി വരാതെയൊക്കെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് പ്രശ്നമില്ല. ഒരുപാട് പേരുണ്ട് ട്രാവൽ ചെയ്ത് വന്നിട്ടും പ്രഗ്നൻസി ആകുന്നവരുണ്ട്. പക്ഷെ ഒരുപാട് പേര് മറ്റു കാറ്റഗറിയിലും വരുന്നുണ്ട്, ട്രാവൽ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് പീരിയഡ്സ് ആകുന്നവരും. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രീവിയസ് ഇയറിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ്. ഇത് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആകാൻ ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീ ഹെൽത്തി ആയിട്ട് എടുക്കേണ്ട പ്രിനേറ്റൽ വിറ്റമിൻസ് ഉണ്ട്. അയേൺ ആണെങ്കിലും കാൽസ്യം ആണെങ്കിലും ഫോളിക് ആസിഡ് ആണെങ്കിലും കോക്യൂട്ടൻ ആണെങ്കിലും
ഇതെല്ലാം ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഒരു ആശാ വർക്കറെയോ സമീപിച്ചിട്ട് നിങ്ങൾ ഈ മെഡിസിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അണ്ടത്തിന്റെ വളർച്ച റോക്കറ്റ് വിട്ട പോലെ വളരുകയും ചെയ്യും. നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണാകും, നിങ്ങളുടെ സെർവിക്സ് നല്ലതുപോലെ സ്റ്റിമുലേറ്റ് ആകും, നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻസി ആകും കേട്ടോ. അപ്പോൾ ഈ മിസ്റ്റേക്സ് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് അടുത്തൊരു ഇയറിലേക്ക് നിങ്ങൾ മുൻപോട്ടേക്ക് പോവുക. കഴിഞ്ഞ 2023 നമ്മളിങ്ങനെ പറഞ്ഞപ്പോഴേക്കും പ്രഗ്നൻസി നോക്കിയിട്ടുള്ള ഒരുപാട് പേര് പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകാത്തവർ 2024 തീരുന്നതിന് മുൻപ് ഞാൻ പ്രഗ്നന്റ് ആകും എന്ന് ഉറച്ചു വിശ്വസിക്കുക കേട്ടോ. ഉറച്ചു വിശ്വസിച്ച് മുൻപോട്ടേക്ക് പോവുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.